ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ കഴിഞ്ഞ 5 ദിനങ്ങളിലും ഇന്നും നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ഒരേ ഒരു ചിന്താവിഷയത്തെ കേന്ദ്രീകരിച്ചാണ്. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമാസഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ 13-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ തിരുവചനം, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. സുവിശേഷ ഗ്രന്ഥങ്ങളുടെ തുടർച്ച പോലെയാണ് റോമാലേഖനം വേദപുസ്തകത്തിൽ നിലകൊള്ളുന്നത്. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ ഗഹനമായ ഒരു പഠന വിഷയമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വളരെ സ്നേഹത്തോടെയാണ്. മനുഷ്യന് എല്ലാ നൽവരങ്ങളും നൽകിയത് അളന്നെടുക്കാനാകാത്ത സ്നേഹത്താലാണ്. ലോകത്തൊരു സൃഷ്ടിക്കും ലഭിക്കാത്ത മഹാഭാഗ്യമാണ് ദൈവം മനുഷ്യന് നൽകിയത്. 6 നാളുകൾ കൊണ്ട് സൃഷ്ടി നടത്തിയപ്പോൾ മറ്റ് സൃഷ്ടികളെല്ലാം ഉളവാകട്ടെ എന്ന തിരുവചനത്തിൽ നിന്ന് ഉളവായപ്പോൾ മനുഷ്യൻ ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചിരുന്നെങ്കിൽ മനുഷ്യനും ഉളവാകുമായിരുന്നിട്ടും ദൈവം ഒരു കൽപ്പനയിലൂടെ മനുഷ്യനെ ഉളവാക്കാതെ തൻ്റെ കരവിരുതാൽ തൻ്റെ മനോഗതത്തിനനുസരിച്ച് മനുഷ്യനെ സ്വന്തം കരം കൊണ്ട് മനഞ്ഞെടുത്തതാണ്. ലോകത്തൊരു പക്ഷേ ഒരു സൃഷ്ടിക്കും അവകാശപ്പെടാനാകാത്ത വലിയ ഒരു അനുഗ്രഹമാണ്, അഭിമാനകരമായ ഒരു സൗഭാഗ്യമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ അവൻ്റെ മേൽ വെച്ചത്. ലോകത്ത് മറ്റൊരു സൃഷ്ടിയുടെ മേലും സൃഷ്ടാവിൻ്റെ വിരലടയാളം പതിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ദൈവം സ്നേഹിച്ച ഒരു സൃഷ്ടിയും ലോകത്തില്ല. സൃഷ്ടിച്ചതോ അത്യന്തം പ്രതാപത്തോടു കൂടിയായിരുന്നു. അവൻ മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിക്കയറ്റിയെന്ന്, ദൈവം മനുഷ്യനോട് കൂടെ ഏദൻ തോട്ടത്തിൽ സഞ്ചരിച്ചുവെന്ന്, മനുഷ്യൻ ദൈവത്തോടുകൂടെയും ദൈവം മനുഷ്യനോടുകൂടെയും ആനന്ദം പങ്കിട്ടുവെന്ന്. എന്നാൽ കാലാന്തരത്തിൽ പാപം ചെയ്ത മനുഷ്യൻ ദൈവ തേജസ്സിനെ വലിച്ചെറിഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്ന് ദൂരെ മാറുകയായിരുന്നു. പലരും നനച്ചു വച്ചിരിക്കുന്നത് പോലെ ദൈവം മനുഷ്യനെ ദൂരെ പായിച്ചതല്ല, മനുഷ്യൻ ദൈവത്തെ വിട്ട് ഓടി അകന്നുപോയതാണ്. അപ്പനും അമ്മയും മക്കളെ അപകടത്തിലേക്ക് തള്ളിയിടാറില്ല. സ്വാർത്ഥമായ ചില ലാഭങ്ങൾ ഓർത്തിട്ട്, ചില സുഖങ്ങൾ ഓർത്തിട്ട് അപ്പൻ്റെ സുരക്ഷിതമായ കയ്യിൽ നിന്ന്, അമ്മയുടെ സുരക്ഷിതമായ കയ്യിൽ നിന്ന് തൻ്റെ കൈ ഊരിയെടുത്തുകൊണ്ട് ഈ മോഹവലയത്തിലേക്ക് ഓടിപ്പോകുന്ന കുഞ്ഞുങ്ങളാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. ഇതുപോലെ മോഹവലയത്തിൽപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പാപം ചെയ്ത മനുഷ്യൻ ഈ പാപം ചെയ്തിരിക്കുമ്പോൾ തന്നെ പാപത്തിനെതിരെ ദൈവത്തിൻ്റെ മനസ്സുണർന്നു. പാപത്തോട് ദൈവത്തിന് ഒരു ക്രോധമുണ്ടായി. പാപത്തിന് ശിക്ഷ നടപ്പാക്കാതെ തരമില്ലെന്ന് ദൈവത്തിൻ്റെ നീതി പ്രഖ്യാപിച്ചു. നീതിമാനായ ദൈവം പറയുന്നു, പാപി ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ. പാപത്തിന് ശമ്പളമുണ്ട്, അത് പാപം ചെയ്തവൻ സ്വീകരിച്ചേ മതിയാകൂ. പാപത്തിൻ്റെ ശമ്പളം ചെറുതല്ല, അത് മരണമാണ്. വചനം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അത് വരച്ചു വെച്ചത് കേൾക്കുക. റോമാലേഖനം 1-ാം അധ്യായത്തിലെ 18-ാമത്തെ തിരുവചനം, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. വീണ്ടും റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5, 6 തിരുവചനങ്ങളിൽ അപ്പോസ്തലൻ ആവർത്തിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വയ്ക്കുന്നു. അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്ത മനുഷ്യൻ ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതി നടപ്പിലാവുകയില്ല. ദൈവത്തിൻ്റെ നീതി നടപ്പിലാകാൻ വേണ്ടി മനുഷ്യൻ്റെ മേൽ ശിക്ഷ വരണം. എന്നാൽ മനുഷ്യൻ്റെ മേൽ ശിക്ഷ വരാതിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ലോകത്ത് മറ്റൊരു സൃഷ്ടിയെയും സ്നേഹിച്ചിട്ടില്ലാത്ത വണ്ണം ദൈവം സ്നേഹിച്ച മനുഷ്യൻ ശിക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന് സഹിക്കവയ്യായിരുന്നു. കാരണം ആ ശിക്ഷ ഒട്ടും ചെറുതല്ലായിരുന്നു. എന്താണ് പറയുന്നത് വചനം? റോമാലേഖനം 6-ാം അധ്യായം 23-ാമത്തെ തിരുവചനത്തിൽ അപ്പോസ്തലൻ വീണ്ടും എഴുതി, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിൻ്റെ ക്രോധം മനുഷ്യൻ്റെ മേൽ വന്നാൽ എല്ലാ മനുഷ്യരും മരിക്കണം.
എന്തുകൊണ്ടെന്നാൽ വചനം വീണ്ടും പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ എഴുതി, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ പാപി ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപി ശിക്ഷിക്കപ്പെടണമെന്നുള്ളത് ദൈവനീതിയാണ്. ലോകത്ത് നീതിമാൻ ആരുമില്ല, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരേപോലെ ദൈവ തേജസ് നഷ്ടമാക്കി കളഞ്ഞിരിക്കുന്നു. പാപത്തിന് തങ്ങളെ പണയപ്പെടുത്തി പാപത്തിൻ്റെ പിണയാളായി മാറി പാപത്തിന് തന്നെ അടിമപ്പെടുത്തി കൊടുത്ത ആദി മനുഷ്യൻ്റെ സന്തതി പരമ്പരകളായി ഭൗമലോകത്ത് പെറ്റുപെരുകിയ മാനവകുലം മുഴുവനും പാപിയുടെ സന്തതികളാകയാൽ പാപമുള്ള തലമുറകളായി ലോകത്ത് പെരുകിയിരിക്കുകയാണ്. എന്നാൽ പാപിയെ ശിക്ഷിക്കപ്പെടണം. പാപി ശിക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന് താല്പര്യമല്ല. എന്തുകൊണ്ടെന്നാൽ പാപി പാപിയായിരിക്കുമ്പോഴും പാപിയെ ദൈവം സ്നേഹിക്കുന്നു. ദൈവമക്കളെ, ദൈവം സ്നേഹമാണ്. ആമേൻ, ദൈവം സ്നേഹമാണ്. ആമേൻ, ദൈവം സ്നേഹമാണ്. ദൈവത്തിന് ശിക്ഷിക്കാൻ കഴിയില്ല. അവൻ അടിസ്ഥാനപരമായി സ്നേഹമാണ്. ഈ മനുഷ്യൻ ശിക്ഷിക്കപ്പെടാതെ പോയാൽ ദൈവത്തിൻ്റെ നീതി നടപ്പിലാവുകയില്ല. ദൈവത്തിൻ്റെ നീതി നടപ്പിലാകണമെങ്കിൽ ശിക്ഷ നടപ്പിലായേ മതിയാകൂ. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷം പ്രസക്തമാകുന്നത്. പാപിയെ തൻ്റെ പാപത്തിൽ ശിക്ഷിക്കപ്പെടാതിരിപ്പാൻ പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവം പാപിക്ക് വേണ്ടി ശിക്ഷയേൽക്കുവാൻ ഏദനിൽ വെച്ച് വാഗ്ദാനം ചെയ്ത ആ വലിയ വാഗ്ദാനത്തിൻ്റെ നിവർത്തീകരണമായി കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ കന്യകാമറിയത്തിൽ ഉരുവായി ഒരു മനുഷ്യവേഷത്തിൽ കല്ലിടാവിൽ പിറന്നു വീഴുകയായിരുന്നു. സത്യമായിട്ടും പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ആരാണെന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന അനേകം ആളുകൾക്കും ഇപ്പോഴും വേണ്ടവണ്ണം നിശ്ചയമില്ല. ബാല്യത്തിലെ മാമോദീസ മുങ്ങിയെങ്കിലും പാരമ്പര്യമുള്ള സഭയിൽ അംഗമായിരിക്കുന്നുവെങ്കിലും സുവിശേഷ യോഗങ്ങളിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നുവെങ്കിലും യേശുക്രിസ്തു ആരാണെന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായി ഒരു ഉത്തരം പറയാൻ ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർക്കും കഴിഞ്ഞു എന്ന് വരില്ല. യേശുക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയണം. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണവൻ. ആമേൻ, ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണവൻ. പാപി തൻ്റെ പാപത്തിൽ മരിക്കാതിരിക്കാൻ, പാപിക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ, കാൽവരി ക്രൂശിൽ യാഗമർപ്പിക്കുവാൻ, താൻ തന്നെ മഹാപുരോഹിതനും യാഗവസ്തുവുമായി പിതാവിൻ്റെ ക്രോധത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, മാനവകുലത്തെ പാപമരണത്തിൽ നിന്ന് സമുദ്ധരിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്ന സാക്ഷാൽ ദൈവമാണവൻ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു മനുഷ്യൻ്റെ മേൽ നിന്ന് ശിക്ഷ ഒഴിച്ചു കളവാൻ മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്ന ദൈവമാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനം ശ്രദ്ധിക്കുക. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കല വിശ്വാസത്താലുള്ള നീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷയായി അനുഭവേദ്യമായി തീരുകയാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ശിക്ഷ നടപ്പിലാക്കി. പക്ഷേ ശിക്ഷിക്കപ്പെട്ടത് പാപിയല്ല, ശിക്ഷിക്കപ്പെട്ടത് പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവകുഞ്ഞാടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു കാരണമേയുള്ളൂ. പാപിക്ക് വേണ്ടി പകരക്കാരനായി കുരിശേറിയ യേശുക്രിസ്തു എന്ന ഏകരക്ഷകൻ. വീണ്ടും റോമാലേഖനത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ കൂടി എഴുതി വയ്ക്കുന്നുണ്ട്: യേശുവിനെ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനായി ഏൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്ക് അത് നീതിയായി കണക്കിടുന്നു. ഇത് എഴുതിയിരിക്കുന്നത് റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 24-25 തിരുവചനങ്ങളിലാണ്. യേശുക്രിസ്തുവെങ്കിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണമാണ് റോമാലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അഖില ലോകത്തുമുള്ള സകല പാപിക്കും വേണ്ടി പരിഹാരമായി യേശു കർത്താവ് കുരിശേറി എന്നുള്ളത് പരമാർത്ഥമാണ്, പച്ച പരമാർത്ഥമാണ്. അതിൽ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, കാലമോ ദേശമോ ഭാഷാപരിമിതിയോ ഇല്ല. അഖില ലോകത്തുമുള്ള സകല പാപിക്കും പാപത്തിൻ്റെ പരിഹാരം യേശുക്രിസ്തു, യേശുക്രിസ്തു, യേശുക്രിസ്തു മാത്രമാണ്. മറ്റാരും പാപിക്ക് വേണ്ടി മരിച്ചിട്ടില്ല, മറ്റാരും പാപത്തിൻ്റെ ശമ്പളം ഏറ്റിട്ടില്ല. യേശുക്രിസ്തു മാത്രമാണത് ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ട് ലോകത്തുള്ള സകലമാന മനുഷ്യരും രക്ഷ പ്രാപിക്കേണ്ടതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന നാമം മാത്രം. ഈ പച്ച പരമാർത്ഥം നമ്മുടെ ഹൃദയങ്ങളിൽ നാം എഴുതി പിടിപ്പിക്കണം. അത് പ്രിയപ്പെട്ടവരെ കടലാസിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല, ഹൃദയങ്ങളിൽ എഴുതി പിടിപ്പിക്കണം. യേശുക്രിസ്തു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് ലോകത്തൊരു പാപിയൻ രക്ഷപ്പെടുകയില്ല. യേശുക്രിസ്തു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് എൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായിട്ടാണ്. ഞാൻ ശിക്ഷിക്കപ്പെടാതിരിപ്പാൻ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ശിക്ഷിക്കപ്പെട്ടു. ആകയാൽ ഞാൻ വിശ്വസിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ പരമയാഗം മൂലം എനിക്ക് എൻ്റെ പാപത്തിന് മോചനമുണ്ട് എന്ന്. ആമേൻ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നമുക്ക് ലഭിക്കുന്ന നീതീകരണമാണ് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൈകാര്യം ചെയ്യുന്ന വിഷയം. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ഈ വർഷത്തെ ചിന്താ വിഷയത്തെ വിശകലനം ചെയ്യാൻ. റോമാലേഖനം 13-ാം അധ്യായത്തിലെ 14-ാമത്തെ വാക്യം മാത്രം അടർത്തിയെടുത്തു വെച്ച് നമുക്കത് പഠിക്കുക പ്രയാസമാണ്. അതൊരു ഫ്രെയിമിൽ വരണമെങ്കിൽ റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ ഒരുമിച്ച് കണ്ട് നാം അതിനെ പരിശോധിക്കണം. ഈ വേദഭാഗം ഇപ്പോൾ വായിക്കുന്നില്ല, നിങ്ങൾ പലവട്ടം വായിച്ചിട്ടുള്ളതാണ്. വായിച്ച് കേൾപ്പിക്കുന്നത് കുറെ കൂടി വ്യക്തത വരുത്തുമെങ്കിലും സമയത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് വായിക്കാതെ തന്നെ അതിൽ പരാമർശിക്കുന്ന വിഷയങ്ങളെ പങ്കുവെക്കട്ടെ. അപ്പോസ്തലൻ ഈ വാക്യങ്ങളിൽ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാവരെയും സ്നേഹിക്കണം. വ്യക്തമായി അപ്പോസ്തലൻ പറയുകയാണ്, എല്ലാവരെയും സ്നേഹിക്കണം. വീണ്ടും പറയുന്നു, ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കൊലപാതകം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അന്യൻ്റെതൊന്നും മോഹിക്കരുത്. വീണ്ടും ആവർത്തിച്ച് പറയുന്നു, എല്ലാവരെയും 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 സ്നേഹിക്കുക മാത്രം ചെയ്യുക. സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും മറ്റൊരാളെ മുറിപ്പെടുത്താൻ കഴിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ. സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും വ്യഭിചാരം ചെയ്യാൻ കഴിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ. സ്നേഹിക്കുന്നവർക്ക് ആരോടും ഒന്നും കടംപെട്ടിരിക്കാൻ കഴിയില്ലല്ലോ. സ്നേഹിക്കുന്നവർക്ക് തന്നെ സ്നേഹിക്കുന്നവരെ കൊല ചെയ്യാൻ കഴിയില്ലല്ലോ. സ്നേഹിക്കുന്നവർക്ക് താൻ സ്നേഹിക്കുന്നവരുടേത് മോഷ്ടിക്കാൻ കഴിയില്ലല്ലോ. സ്നേഹിക്കുന്നവർക്ക് താൻ സ്നേഹിക്കുന്നവരുടേത് മോഹിക്കാൻ കഴിയില്ലല്ലോ. അടിസ്ഥാനപരമായി സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ മറ്റെല്ലാ പാപത്തിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാൻ കഴിയുമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ക്രമക്കേടുകൾ മുഴുവനും സ്നേഹമില്ലായ്മയിൽ നിന്ന് ഉടലെടുക്കുന്നതാണെന്നാണ് അപ്പോസ്തലൻ്റെ വ്യാഖ്യാനം. ഇവിടെ നടമാടുന്ന പാപങ്ങളെല്ലാം സ്നേഹം നഷ്ടപ്പെട്ടതുകൊണ്ടോ സ്നേഹം സ്വായത്തമാക്കാത്തതുകൊണ്ടോ സംഭവിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ. സത്യമാണ് ഈ കേട്ട പ്രമാണം. സ്നേഹിക്കുന്നവർക്കാരെയും മുറിവേൽപ്പിക്കാൻ കഴിയില്ല. സ്നേഹിക്കുന്ന ഒരാളെയും ഒരർത്ഥത്തിലും വേദനിപ്പിക്കാൻ കഴിയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നു ഞാനെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയും, ഞാനും പറയും, നെഞ്ചിൽ കൈവച്ച് പറയും, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന്. എന്നാൽ സത്യമറിയാമോ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾക്കും ദൈവത്തെ ഒരളവിലും ഒരർത്ഥത്തിലും മുറിവേൽപ്പിക്കാൻ കഴിയില്ല, വേദനിപ്പിക്കാൻ കഴിയില്ല. ദൈവം നിലവിളിക്കുന്നു, ആമേൻ, ദൈവം നിലവിളിക്കുന്നു. അതിനൊരൊറ്റ കാരണമേയുള്ളൂ, മനുഷ്യൻ ദൈവത്തെ വേദനിപ്പിക്കുന്നു. ദൈവമക്കളെ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ മക്കൾ വഴിതെറ്റിപ്പോയാൽ, മക്കൾ ചൊല്ലുവിളി വിട്ടുപോയാൽ, മക്കൾ ക്രമം കെട്ടുപോയാൽ മാതാപിതാക്കൾ നിലവിളിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. ഈ 27 കൊല്ലത്തെ പൗരോഹിത്യ ശുശ്രൂഷയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ണുനീര് കാണേണ്ടി വന്നത് സ്വന്തം മക്കൾ വഴിതെറ്റിപ്പോയപ്പോൾ, സ്വന്തം മക്കൾ ചൊല്ലുവിളി വിട്ടുപോയപ്പോൾ അവരെക്കുറിച്ച് കരഞ്ഞ അമ്മമാരുടെ അപ്പന്മാരുടെ കണ്ണുനീരാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ദൈവമക്കളെ, ലാളിച്ചു വളർത്തുന്ന മക്കൾ, സ്നേഹിച്ചു വളർത്തുന്ന മക്കൾ വഴിതെറ്റിപ്പോകുമ്പോൾ ഏതൊരപ്പനും ഏതൊരമ്മയ്ക്കും വേദനിക്കുമെങ്കിൽ, ഈ ലോകത്തൊരു സൃഷ്ടിക്കും കൊടുക്കാത്ത മഹാഭാഗ്യം കൊടുത്ത് സ്നേഹിച്ചതാണ് ദൈവം മനുഷ്യനെ. തൻ്റെ വിരൽ കൊണ്ട് പണിതെടുത്തതാണ്. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി കയറ്റിയതാണ്. അവൻ്റെ തോളിൽ കൈയിട്ട് നടന്നതാണ്. അവനെ നെഞ്ചോട് ഒട്ടിച്ച് വെച്ചതാണ്. അവനെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു കളയാൻ ദൈവത്തിന് കഴിയുമായിരുന്നില്ല. എന്നിട്ടും ദൈവത്തെ വേദനിപ്പിച്ച് പാപവങ്കിലതയിൽ തന്നെ അടിയറ വെച്ച് ദൈവത്തിൻ്റെ നെഞ്ചിൽ നിന്ന് പറഞ്ഞു മാറി ലോകത്തിൻ്റെ ഊടുവഴികളിലൂടെ മനുഷ്യൻ ഓടുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിലവിളിക്കുകയാണ്. വായിച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? യെശയ്യാ പ്രവചനം തുടങ്ങുമ്പോൾ തന്നെ കരൾ പിളരുന്ന നിലവിളി കേൾക്കാൻ നമുക്ക്. ആകാശമേ കേൾക്കുക,
ഭൂമിയെ ചെവി തരുക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരിന്ന് എന്നോട് മത്സരിച്ചിരിക്കുന്നു. മിണ്ടാപ്രാണിയായ കാള തൻ്റെ ഉടയവനെ അറിയും, വിഴപ്പ് ചമക്കുന്ന കഴുത തൻ്റെ യജമാനന്റെ പുൽക്കൂടറിയും. എൻ്റെ ജനമോ എന്നെ മറന്നുപോയി, അവരെന്നെ അറിയുന്നില്ല. ഞാൻ അവരെ സൃഷ്ടിച്ചത് മജ്ജയും മാംസവും മാത്രമുള്ളവരായിട്ടല്ല, ബുദ്ധിയും വിവേകവും പരിജ്ഞാനവും അഴകും അനുഗ്രഹവും ഉള്ളവരായി. പക്ഷേ അവരെന്നോട് മത്സരിക്കുന്നു. ആകാശമേ, നിനക്കെന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനാകുമോ? ഭൂമിയെ, എനിക്കൊരു സമാധാന വാക്ക് പറഞ്ഞു തരാമോ? എൻ്റെ നിലവിളി കേൾക്കാൻ, സാരമില്ലെന്ന് പറയാൻ, കരയുണ്ടെന്ന് പറയാൻ എൻ്റെ മക്കളിൽ ഒരാൾ പോലും എൻ്റെ പക്ഷത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ആകാശമേ ഞാൻ നിന്നെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഭൂമിയെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നത്. എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാമോ എന്ന് സ്വർഗത്തിലെ ദൈവം ചങ്കുപൊട്ടി ആകാശത്തെയും ഭൂമിയെയും നോക്കി നിലവിളിക്കുന്നെങ്കിൽ ആ നിലവിളിക്ക് ഉത്തരവാദി ഞാനാണ്, നിങ്ങളാണ്, നമ്മളാണ്. ഇന്നീ പന്തലിൽ ഈ 6-ാമത്തെ രാത്രിയിൽ ഞാനും നിങ്ങളും വരുന്നതിന് മുമ്പ് തമ്പുരാൻ കർത്താവ് ആഗതനായിട്ടുണ്ട്. വലിയ പ്രതീക്ഷയോടെ തമ്പുരാൻ ഇപ്പോൾ ഈ ജനഹൃദയങ്ങളിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഇന്ന് രാത്രിയെങ്കിലും ആരെങ്കിലും ഹൃദയം എനിക്ക് തരുമോ? ആരെങ്കിലും എൻ്റെ പക്ഷത്തേക്ക് മാറുമോ? ആരെങ്കിലും എൻ്റെ മനോവ്യഥ തിരിച്ചറിയുമോ? ആരെങ്കിലും എൻ്റെ കണ്ണുനീർ തുടയ്ക്കുമോ? ചങ്ക് തകർന്ന് തമ്പുരാൻ നിറഞ്ഞൊഴുകുന്ന കണ്ണോടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മുഖത്ത് നോക്കുകയാണ്. ദൈവപൈതലെ, നാം സ്നേഹിക്കണം. സ്നേഹിക്കുന്ന ഒരാൾക്കും താൻ സ്നേഹിക്കുന്നയാളെ വേദനിപ്പിക്കാൻ കഴിയില്ല. ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന് ഒരളവിലും അവളെ മുറിവേൽപ്പിക്കാനോ വേദനിപ്പിക്കാനോ കണ്ണുനീരിൽ തള്ളിയിടാനോ കഴിയില്ല. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയ്ക്കും അവനെ മുറിവേൽപ്പിക്കാനോ വേദനിപ്പിക്കാനോ കണ്ണുനീർ കയത്തിൽ തള്ളിയിടാനോ കഴിയില്ല. മക്കളെ സ്നേഹിക്കുന്ന ഒരു മാതാപിതാക്കൾക്കും അവരെ വേദനിപ്പിക്കാനോ മുറിവേൽപ്പിക്കാനോ കണ്ണുനീരിൽ തള്ളിയിടാനോ കഴിയില്ല. മാതാപിതാക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു മക്കൾക്കും അവരെ മുറിവേൽപ്പിക്കാൻ, അവരെ അത്യന്തം തള്ളിക്കളയാൻ, വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ആരും ആരെയും സ്നേഹിക്കുന്നില്ല. കൂടപ്പിറപ്പുകളെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും അവരെ മുറിവേൽപ്പിക്കാൻ കഴിയില്ല. അവരുടെ സ്വത്തും മുതലും തട്ടിയെടുക്കാൻ കഴിയില്ല. അവരെ കണ്ണുനീരിൽ മുക്കിക്കളയാൻ കഴിയില്ല. സ്നേഹം അഭിനയിക്കപ്പെടുന്നതേയുള്ളൂ. ഇവിടെ ആരും ആരെയും സ്നേഹിക്കുന്നില്ല. അപ്പോഴാണ് അപ്പോസ്തലനായ പൗലോസ് ശക്തമായി പ്രഖ്യാപിക്കുന്നത്, എല്ലാവരെയും സ്നേഹിക്കുക മാത്രം ചെയ്യുക. ഇത് ചെയ്യുവാൻ നാം എല്ലാവരും കടംപെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ടെന്നാൽ അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ ചിന്താവിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പ്രമേയം പറയുന്നതിൻ്റെ പിന്നിലുള്ള വികാരം ഇതാണ്. ഓർക്കുക, ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. ഇതാ രാത്രി കഴിയാറായിരിക്കുന്നു, പകൽ സൂര്യൻ ഉദിക്കാറായിരിക്കുന്നു. അതെ, രാത്രി കഴിയാറായിരിക്കുന്നു, സൂര്യൻ ഉദിക്കാറായിരിക്കുന്നു. രാത്രി എന്ന് അപ്പോസ്തലൻ പറയുന്നത് ഈ ഭൗമലോകവാസത്തെക്കുറിച്ചാണ്. ഈ ഭൗമലോകവാസകാലം തീരാറായിരിക്കുന്നു, സൂര്യൻ ഉദിക്കാനായിരിക്കുന്നു. ഏതാണ് ഈ സൂര്യൻ? ലോകത്തെ മുഴുവനും നിത്യമായി പ്രകാശിപ്പിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വീണ്ടും വരാനിരിക്കുന്ന യേശുമശിഹാ തമ്പുരാന്റെ പുനരാഗമനത്തിൻ്റെ സമയം സമാഗതമായിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ്. നീതി സൂര്യൻ ഉദിക്കാറായിരിക്കുന്നു, രാത്രി കഴിയാറായിരിക്കുന്നു, പകലടുത്തു വന്നിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള വികാരം. അപ്പോസ്തലൻ ഇങ്ങനെ കണ്ടു, കർത്താവ് വേഗം വരും. അതുകൊണ്ട് ഈ ജനം ഒരുങ്ങണം, ഈ ജനം ഉണരണം, ഈ ജനം ഏറ്റവും വേഗത്തിൽ തങ്ങളെ തന്നെ ക്രമപ്പെടുത്തണം, ചിട്ടപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, ഇതാ നീതി സൂര്യൻ ഉദിക്കാറായി, യേശു വീണ്ടും വരാറായി, കാഹളനാദം കേൾക്കാറായി, തമ്പുരാന്റെ എഴുന്നള്ളത്തിന്റെ സമയമായി. ഒരുങ്ങുക, 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 സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി താക്കീത് പോലെ അപ്പോസ്തലൻ നമ്മോട് പറയുന്നൊരു വാക്കുണ്ട്, ഉറങ്ങിയത് മതി. ദൈവജനമേ, ഉറങ്ങിയത് മതി. പറഞ്ഞതിൻ്റെ അർത്ഥം നാം
രാത്രികാലങ്ങളിൽ ഉറങ്ങുന്ന ഉറക്കമുറങ്ങിയത് മതി എന്നല്ല, പാപസുഖത്തിൽ ഉറങ്ങിയത് മതി, ജഡീക ബന്ധനങ്ങളിൽ ഉറങ്ങിയത് മതി, ലോകത്തിൻ്റെ അഴുക്കുചാലുകളിൽ ഉറങ്ങിയത് മതി, അതിൻ്റെ സുഖലോലുപതയിൽ ഉറങ്ങിയത് മതി. പാപത്തിൻ്റെ ഉറക്കം ഇനി ഉറങ്ങേണ്ടതില്ല. ഉണരുക, ഉണർന്നെഴുന്നേൽക്കുക. ഉണരുവാൻ കാലമായി. ഇതാ സൂര്യൻ ഉദിക്കാറായി. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ, പാപത്തിൻ്റെ പ്രവൃത്തികളെ ഇപ്പോൾ തന്നെ നിർത്തുക. ആമേൻ. മതിയാക്കുക. ആവർത്തിക്കരുത്, തുടരരുത്. എല്ലാ പാപത്തോടും ആമേൻ, എല്ലാ പാപത്തോടും വിട പറയുവീൻ. ഉണരുക സഭയെ, ഉണരുക, ഉണർന്നെഴുന്നേൽക്കുക. നീതി സൂര്യൻ ഉദിക്കാറായി. യേശു വീണ്ടും വരാറായി. താമസിക്കയില്ല. അടയാളങ്ങൾ ഒന്നൊന്നായി വെളിപ്പെട്ടു വരുന്നു. യേശു വരാൻ കാലമായി. ഇനി താമസമില്ല. ഉണരുക. വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ അധികം അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഉണരേണ്ട കാലമായിരിക്കുന്നു. എല്ലാ പാപത്തോടും വിട പറയണം. രഹസ്യപാപങ്ങൾ പുറത്താരും കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ പാപിയല്ലെന്ന് വിധിക്കല്ലേ. രഹസ്യപാപങ്ങളോട് വിട പറയണം. പരസ്യപാപങ്ങളോട് വിട പറയണം. ചെറുതെന്നെണ്ണി നിസാരവൽക്കരിച്ച പാപങ്ങളോട് വിട പറയണം. അകത്തെ പാപങ്ങളോടും പുറത്തെ പാപങ്ങളോടും ഒരുപോലെ വിട പറയണം. താമസിക്കരുത്. സൂര്യൻ ഉദിച്ചാൽ സകലതും വെളിപ്പെട്ടു വരും. അതുകൊണ്ട് അപ്പോസ്തലൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, വെറിക്കൂത്തുകളെ ഉപേക്ഷിക്കുക, മദ്യപാനത്തെ ഉപേക്ഷിക്കുക, ശയനമോഹങ്ങളെ ഉപേക്ഷിക്കുക, ദുഷ്കാമങ്ങളെ ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കുക. ഇതെല്ലാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളാണ്. താമസിപ്പിക്കരുത്. ഇത് ഉപേക്ഷിക്കാൻ സമയം ഇനിയും വെച്ച് താമസിപ്പിക്കരുത്. ഇപ്പോഴാണ് സുപ്രസാദകാലം. ഇത് തന്നെയാണ് രക്ഷാദിവസം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പീൻ. എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, ഏത് വിധേനയാണ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ടി വരിക? നിശ്ചയം പോരല്ലോ. എപ്പോഴാണ്, ഏത് നിമിഷത്തിലാണ് മണവാളൻ മശിഹ മഹത്വത്തിൽ വരുന്നത്? നിശ്ചയമില്ല. ഒരുങ്ങേണ്ടത് ഇപ്പോഴാണ്. ഒരുങ്ങിയിരിക്കുന്നവരെയാണ് മണവറയിൽ പ്രവേശിപ്പിക്കുക. ഒരുങ്ങിയിട്ടില്ലാത്തവർ അകത്ത് കയറുകയില്ല. കല്യാണ വസ്ത്രമില്ലാതെ വിരുന്നുശാലയ്ക്കകത്താരെയും കാണുവാനിട വരരുത്. അങ്ങനെ ആരെങ്കിലും കയറിയാൽ അത് കുറുക്കു വഴിക്ക് കയറിയതാണ്. കയ്യും കാലും കെട്ടി പുറത്തെ ഇരുട്ടിലാണ് വരെ തള്ളിക്കളയുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കല്യാണ വസ്ത്രം ധരിക്കണം, വിശുദ്ധ വസ്ത്രം ധരിക്കണം, നീതി വസ്ത്രം ധരിക്കണം, ഒരുങ്ങണം എന്നോർമ്മിപ്പിക്കുകയാണ് അപ്പോസ്തലൻ. യേശുക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക.